അല്ല നിങ്ങൾ ഇടയ്ക്ക് എന്നോട് പറയല്ലേ ഇങ്ങനെയാണ് തിന്നുന്നെങ്കിൽ ആധാരം പണയം വെക്കേണ്ടി വരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ആധാരം പണയം വെച്ച് തിന്നാൻ പോവാ. അത്യാവശ്യം കുറച്ച് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളെ വീടിൻ്റെ ആധാരം ഓർമ്മിപ്പിക്കുന്ന ഒരു മെനു കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കണ്ണൂർ പയ്യാമ്പല ഏരിയയിൽ ലയൺസ് ക്ലബിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള തക്കാരം റെസ്റ്റോറൻ്റ് ഇല്ലേ, ആടെയാണ്. സമയം ഒരു 1:15 വീട് എത്തണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് ലേറ്റ് ആയിന്. ഒരു 1:45 എത്താൻ. ഉച്ചക്ക് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാമെന്ന് രാവിലെ തന്നെ ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഞാനൊരു 1:15 ദോശ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉച്ചക്ക് ഈടെ എത്തിയിട്ട് ഇവിടുന്ന് ആദ്യം തന്നെ കഴിച്ചത് ഈ ചിക്കൻ മിനി ഷോട്ട്സാണ്. 290 അതിൻ്റെ റേറ്റ്. ഒരു ചെറിയ ഗ്ലാസ്സിൽ വരുന്ന പുകയടക്കം 7 ചെറിയ ഗ്ലാസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് 6 ചെറിയ ഗ്ലാസ്സിലാണ് ചിക്കൻ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ അകത്ത് മുക്കാനായിട്ടൊരു സ്പെഷ്യൽ ഡിപ്പും ഉണ്ട് കേട്ടോ ഓരോ ഗ്ലാസ്സിലും. അപ്പോൾ അത് കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു സാലഡാണ് കഴിച്ചത്. കൈതച്ചക്കയും പച്ചമാങ്ങയും എരിവും പുളിയും മധുരമെല്ലാം സമം സമം വരുന്നൊരു വെറൈറ്റി സാലഡ് ആയിരുന്നു അത്. അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇവിടുത്തെ ചോറിലേക്ക് കടന്നേ. പപ്പടവും ചോറും സൈഡ് ഐറ്റംസ് എല്ലാം കൂട്ടിയിട്ട് 10 ഐറ്റംസാണ് ഇവിടുത്തെ മീൽസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇടക്കിടക്കൊന്ന് ചേർത്ത് പിടിക്കാനായിട്ട് 2 സ്പെഷ്യൽ ഐറ്റംസ് വേറെയും പറഞ്ഞു. ഒരു അയക്കൂറ പൊരിച്ചയും പറഞ്ഞു. പിന്നെ ആ ചെമ്മീനും കൂന്തലും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റവും പറഞ്ഞു. ആ കണ്ടെയ്നർ പോയിട്ട് കടലിൽ മറിഞ്ഞില്ലേ, അതിന് ശേഷം നല്ല മീനൊന്നും കിട്ടാനില്ല. ആരും കടലിലും പോകുന്നില്ല മഴയെല്ലാമായിട്ട്. ഞാൻ ഇവിടെ പോയ സമയത്തെ അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഈടെ ഉണ്ടായിരുന്നു. അയക്കൂറ എനിക്ക് കുറച്ച് ഫ്രോസൺ ആയിട്ടാണ് തോന്നിയത്. ചെമ്മീന് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ കൂന്തലും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ആ ഫ്രഷ് മീൻ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക്, അത് കിട്ടിയില്ല കേട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞത് ചെറുങ്ങനെ ഒന്ന് മാറിപ്പോയിനെ. അയക്കൂറ തവയല്ലത് ആവോലി തവയാണ്. 540 കേട്ടാ ആവോലി തവേൻ്റെ റേറ്റ്. പിന്നെ കൂന്തൽ ചെമ്മീനിന് 310. ഇവിടുത്തെ ഫിഷ് കറി മീൽസിന് വരുന്നത് 150. അപ്പോൾ 2 മീൻ പൊരിച്ചതിനും ചോറിനും കൂടെ ആയ റേറ്റ് 1000. ചോറിൻ്റെ കൂടെ വന്ന സൈഡ് കറിയും മീൻ കറിയെല്ലാം ടേസ്റ്റെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചോറെല്ലാം കഴിച്ച് ചെറിയൊരു ഏമ്പക്കവും വിട്ടിട്ട് ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിച്ചിട്ട് പതുക്കെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കടന്ന്. അത് ഇതാ ഈ അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയാണ്. അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫിൻ്റെ ഐറ്റം എന്ന് പറയുന്ന ഈ ബീഫ് ചീനച്ചട്ടിയും. അതൊരു ചെറിയ ചീനച്ചട്ടി തന്നെയാണ് എൻ്റെ മുമ്പിലേക്ക് വന്നതും. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അതിന് ബീഫ് ചീനച്ചട്ടി എന്ന് പേര് വന്നിട്ടുണ്ടാവുക. ആ നല്ലോണം അടിച്ച ചൂട് പൊറോട്ടയില്ലേ, അത് ബീഫിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച അടിപൊളി ബീഫിനും കേട്ടോ. നല്ല നെയ്യിൻ്റെ ഫ്ലേവറിലായിട്ട്. പിന്നെ ഒരു വെള്ളയപ്പം പറഞ്ഞ് അങ്ങനെ വെള്ളയപ്പവും ബീഫും കൂടെ ചേർത്തിട്ട് കഴിച്ചു നോക്കി. വെള്ളയപ്പത്തിനേക്കാളും എത്രയോ അടിപൊളിയായിട്ടുണ്ടായിരുന്നത് നമ്മളെ പൊറോട്ട തന്നെയാണ്. പിന്നീട് ഭയങ്കര സ്പെഷ്യൽ ഒരു ലങ്ക ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടെന്ന് കേട്ടിന്. അപ്പോൾ അതും ഒന്ന് പറഞ്ഞു. ചെറിയ ഉള്ളിയെല്ലാം ഇട്ടിട്ടാക്കുന്ന കുറച്ച് ക്രീമി ആയിട്ടുള്ളൊരു ചിക്കനായത്. ബോൺലെസ് ആണേ സാധനം. അത് കാണുമ്പം പെട്ടെന്നൊരു കോണ്ടിനെൻ്റൽ ഫ്ലേവർ പോലെ ഉണ്ടെങ്കിലും നമ്മളെ നാടൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം അതും കഴിച്ച് എന്നിട്ടൊരു ബിരിയാണി ഓർഡർ ചെയ്ത്. ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയുന്നത് ചിക്കനല്ല ബീഫാണ്, സോറി മട്ടൺ ആണെന്നാണ് ഇവിടുത്തെ ഒരു ചങ്ങായി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ഫുൾ മട്ടൺ ബിരിയാണി തന്നെ മതിയെന്ന്. ഇവിടെ അച്ചാർ സെർവ് ചെയ്യുന്ന രീതി അടിപൊളിയായിട്ടുണ്ട്. ചെറിയ പാത്രത്തിലും നല്ല ഒരു ചെറിയ കുപ്പി തന്നെ നമ്മൾ മുമ്പിൽ കൊണ്ടേക്കും. പിന്നെ ഇടക്കിടക്ക് ഇനി അവരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ കുപ്പിയിൽ നിന്ന് കോരി എടുത്തുകൊണ്ട് നിൽക്കാം. 4 ചെറിയ പീസ് മട്ടനാണ് എൻ്റെ മട്ടൺ ബിരിയാണിയിൽ ഉണ്ടായത്. 310 ഒരു ഫുൾ മട്ടൺ ബിരിയാണീൻ്റെ റേറ്റ് വരുന്നത്. ബിരിയാണീൻ്റെ കൂടെ സൈഡായിട്ടുള്ളത് തൈര് സലാഡും ഉണ്ട്. പിന്നെ നേരത്തെ കണ്ട അച്ചാറില്ലേ അതുകൊണ്ടേ. ഇതാ ഈ മട്ടൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് നിങ്ങൾ. നല്ല ഇതള് പോലുള്ള പൂ പോലത്തെ മട്ടൺ എന്ന് പറയില്ലേ, അതാണ് ഐറ്റം. അപ്പം നമ്മൾ ആ സ്ഥിരം രീതിയിൽ ലേശം ബിരിയാണി റൈസ് മാത്രം ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കിയിട്ട് ആ ബിരിയാണീൻ്റെ ഓവറോൾ ഫ്ലേവർ മനസ്സിലാക്കിയ ശേഷം പിന്നെ ചെറിയൊരു കഷ്ണം മട്ടൺ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ എല്ലാം ചേർത്ത് വെച്ചിട്ട് കഴിച്ചേ. റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറ്റി പിടിക്കുന്നൊന്നുമില്ല. നല്ല സോഫ്റ്റ് ടെക്സ്ചർ ഉണ്ട് റൈസിന്. പിന്നെ ആ ബിരിയാണി റൈസും ആ മസാലയും തമ്മിലുള്ള റേഷ്യോ ഒക്കെ എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റാണ്. പിന്നെ മട്ടൻ്റെ പീസും മട്ടൻ്റെ ക്വാണ്ടിറ്റി സെറ്റാണ്. അങ്ങനെ വെറുതെ എല്ലും കഷ്ണമൊന്നുമില്ല. അതായത് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി റൈസ് കഴിച്ച് തീരുന്നത് വരെ കഴിക്കാനുള്ള മട്ടൺ എൻ്റെ മട്ടൺ ബിരിയാണിയിൽ ഉണ്ടായിരുന്ന. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഒരു മട്ടൺ ബിരിയാണീൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറല്ല, കുറച്ചും കൂടി ഒരു ഹോംലി ഫ്ലേവറാണ്. പിന്നെ തൈര് സലാഡിൻ്റെ അച്ചാറിൻ്റെയും കൂടെ പപ്പടവും കിട്ടീനെ. പപ്പടവും ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ലേശം ഒന്ന് ഞെളുത്തു പോയി സാധനം. അത് അവരുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നം. അപ്പം അങ്ങനെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ആ ബിരിയാണി മട്ടണെല്ലാം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു 8 പേരടങ്ങുന്ന ഫാമിലി വന്നേ. എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ കഴിക്കാൻ വേണ്ടതെന്നെല്ലാം ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെക്കൻ പറഞ്ഞു എനിക്ക് എടുത്ത മണിയർക്കോൾ മതിയെന്ന്. ഞാൻ വിചാരിച്ച് മണിയറക്കോളാ. അപ്പാടനെ ഞാൻ ആ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മെനു എടുത്തൊന്ന് തുറന്നു നോക്കി. ഒരു 3-4 പേജ് മറിച്ച് നോക്കിയതുകൊണ്ട് അവിടെ എഴുതിനി മണിയറക്കോളെന്ന്. ഞാൻ പിന്നെ വെയിറ്ററെ വിളിക്കാൻ നിന്നില്ല. അന്നേരം പിന്നെ ഇവരെല്ലാം ശ്രദ്ധിക്കൂലേ, ഞാൻ നേരത്തെ തിന്നുന്ന ഇവർ കാണുന്നുണ്ട്. അപ്പം വെയിറ്റർ മെല്ലെ എൻ്റെ അടുത്ത് വന്നേരം ഞാൻ ചെറുങ്ങനെ അവരോട് പറഞ്ഞ് എനിക്കൊരു മണിയറക്കോൾ വേണമെന്ന്. അപ്പം മൂപ്പര് വന്ന് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോയിട്ട് സാധനം അപ്പാടനെ ഇങ്ങ് കൊണ്ടുത്തന്നേ. അപ്പോഴത്തേക്കും ഞാൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞു, നമ്മളെ മട്ടൻ ബിരിയാണി. അപ്പം മണിയറക്കോളിൽ എന്തെല്ലാം ഉള്ളതെന്നറിയാം. ഈ നൈസ് പത്തിരി ഉണ്ട്, പിന്നെ ബീഫുണ്ട്, ചിക്കൻ അൽഫാം ഉണ്ട്, നെയ്ച്ചോറുണ്ട്, പരിപ്പ് ഇല്ല,
പക്ഷേ ഞാനത് എക്സ്ട്രാ വാങ്ങിയതാ. അതൊരു കോംബോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തളിപ്പറമ്പ് സൈഡിലെല്ലാം കല്യാണം കഴിഞ്ഞാലുള്ള ഒരു മെയിൻ ഐറ്റാ. ₹480 ഇവിടുത്തെ മണിയറക്കോളിൻ്റെ റേറ്റ്. അപ്പോൾ ആദ്യം നൈസ് പത്തിരിയും ആ ബീഫും കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ആ നെയ്ച്ചോറ് പതുക്കെ പ്ലേറ്റിലേക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് തട്ടി, എന്നിട്ട് ആ ചിക്കൻ അൽഫാം അതിൻ്റെ സൈഡിലവിടെ വെച്ച്, ബീഫിൻ്റെ കറി വെച്ച്, പരിപ്പിൻ്റെ കറി ഇപ്പുറത്തെ സൈഡിൽ വെച്ച്, തൈര് സലാഡും അച്ചാറെല്ലാം അവിടെ സൈഡിലുണ്ട്. എന്നിട്ട് ബീഫിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് നെയ്ച്ചോറും പരിപ്പും ആ ബീഫിൻ്റെ കറിയും കൂടെ ചേർത്ത് കുഴച്ച് കഴിച്ച്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബീഫെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പരിപ്പ് ഉഷാറായിരുന്നു. പക്ഷേ ഈ ചിക്കൻ അൽഫാം എന്തിനാ അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുത്തിന്? ഏഹ് അതിന് പകരം നല്ലൊരു ചിക്കൻ ഫ്രൈ കൊടുത്താൽ പോരെ? അതല്ലേ ഹീറോയിസ്, അതല്ലേ ഇതിൻ്റെ കൂടെ മാച്ച് ആവുന്ന സാധനം. ചിക്കൻ അൽഫാമിൻ്റെ കോംബോ ഇതിൻ്റെ കൂടെ വെച്ചത് എനിക്ക് അത്രയും അങ്ങോട്ട് ഇതിൻ്റെ കൂടെ സിങ്കായിട്ട് പോകുന്നില്ല. അൽഫാം കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ മാച്ച് ആവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ചിക്കൻ ഫ്രൈയാ. പിന്നെ അൽഫാം ഇടക്കിടയ്ക്ക് കഴിക്കുന്നവർ ശ്രദ്ധിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. അൽഫാമിൻ്റെ കുറച്ച് കരിഞ്ഞ പോലത്തെ ഭാഗങ്ങളുണ്ടല്ലോ, കുറച്ച് നല്ലോണം കരിഞ്ഞ പോലത്തെ, അത് പരമാവധി ഒഴിവാക്കണേ. ആ കരി വയറിലേക്ക് പോകുന്നത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പരമാവധി സ്കിന്ന് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ. അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ പയ്യാമ്പലം ലയൺസ് ക്ലബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള തക്കാരം റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ആടുന്ന് കുറച്ച് കക്കിരിയും കഴിച്ച് പയ്യാമ്പലം ബീച്ചിൽ പോയി ഒന്ന് നടന്ന് വൈകുന്നേരം കണ്ണൂരിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ചായ 2 പരിപ്പടിയും കഴിച്ചിട്ട് രാത്രി ഒരു 7:30 വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയവരുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയവരുള്ള പോലെ തന്നെ ഒരു പൊതി ചിക്കൻ ബിരിയാണി എനക്കായിട്ട് അവിടെ കാത്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബ്രോയിലർ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ലഗോണ. വാഴയിലെ പൊതിഞ്ഞ ബിരിയാണി അതെനിക്കൊരു വീക്ക്നെസ്സാണ്. എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഒരാൾ കണ്ണൂരിലെ ഒരു റെസ്റ്റോറൻറ്റിൽ എനക്കായിട്ട് പ്രത്യേകം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊടുത്തുവിട്ട ബിരിയാണി ഇത്. ഇത് സംഭവം ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലെത്തിന്, പക്ഷേ ഞാൻ കഴിച്ചത് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ചമ്മന്തി ലേശം മോശമായി പോയിന്. പക്ഷേ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.